ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒരു യുക്തിപൂർവ്വമുള്ള ഉപയോഗത്തിന് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് വർക്കുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിൻ്റെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ പറ്റുമോ? ഇന്നിപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ളത്. അതായത് ചെറിയ ആൻറ്റിബയോട്ടിക്കുകളെല്ലാം റെസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഹയർ എൻഡ് ആൻറ്റിബയോട്ടിക്സ് മാത്രമേ ബാക്ടീരിയ ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ വർക്കാവില്ല, ശേഷിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് ഓവർ യൂസ് റെസിസ്റ്റൻസ് വരും. അതുപോലെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാതെ ഇടയിൽ നിർത്തുക, സിംറ്റംസ് കുറയുമ്പോൾ നിർത്തുക, അങ്ങനെയുള്ള ഇത്. പിന്നെ കൾച്ചർ പ്രൂൺ അല്ലാണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഇതല്ല. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളുടെ ഹോസ്പിറ്റലിലെ പാറ്റേൺ അറിയാം, ഇവിടുത്തെ ഓരോ ഓർഗാനിസത്തിൻ്റെ സെൻസിറ്റിവിറ്റി പാറ്റേൺ അറിയാം. അതേപോലെ തന്നെ നമ്മൾക്ക് ഗവൺമെൻറ് നാഷണൽ ഗൈഡ് ലൈൻസ്, സ്റ്റേറ്റ് ഗൈഡ് ലൈൻസ് ഉണ്ട്, ഏത് അസുഖത്തിന് ഏത് ആൻറ്റിബയോട്ടിക് എന്നുള്ളത്. അത് വെച്ച് നമ്മളൊരു ആൻറ്റിബയോട്ടിക് പോളിസി ക്രിയേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിർബന്ധമാണ്. സർക്കാർ എല്ലാ ആശുപത്രിക്കും ഒരു ആന്റിബയോട്ടിക് പോളിസി വേണമെന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഒരു ക്ലിനിക്കൽ കണ്ടീഷൻസ് ഇല്ല നമ്മൾ ആന്റിബയോട്ടിക്സ് അബ്യൂസ് ചെയ്യുന്നത്. എല്ലാവരും പറയുന്നൊരു കാര്യമാണിത്, മിക്കവാറും ഡോക്ടേഴ്സ് ആയാലും ഇപ്പോൾ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആയാലും പറയുന്നതാണ് ആന്റിബയോട്ടിക്സ് അബ്യൂസ് എന്ന്. അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമോ? ആൻറ്റിബയോട്ടിക് അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സർജിക്കൽ, ഞാൻ സർജൻ ആയതുകൊണ്ട് സർജിക്കൽ ഫീൽഡിൽ നമുക്ക് പറയാം. സർജിക്കൽ ഫീൽഡിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് വെച്ച് നോക്കണം. നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സർജറി ആണെങ്കിലും, വെദർ ഇറ്റ് ബി മൈനർ ഓർ മേജർ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും 5 ദിവസം സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുക. അത് ക്ലീൻ സർജറി ആണെങ്കിലും കണ്ടാമിനേറ്റഡ് സർജറി ആണെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള സർജറി ആണെങ്കിലും എന്താണെങ്കിലും 5 ദിവസം ആൻറ്റിബയോട്ടിക് എന്നുള്ളൊരു കണക്കാണ്. ഇത് ഗൈഡ് ലൈൻസിൽ പറയുന്നേ. ഇത് കുറച്ച് കൊല്ലം മുന്നേ മാറ്റിയതാണ്. ഇപ്പോഴത്തെ കറന്റ് ഗൈഡ് ലൈൻസ് നമ്മൾ പറയുന്നത് ഞങ്ങൾ പഠിക്കുമ്പോഴേ ഉണ്ട്. അതായത് ക്ലീൻ സർജറിക്ക്, ഫോർ എക്സാമ്പിൾ ഒരു ബ്രസ്റ്റ്, തൈറോയിഡ്, അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂ, അതിനൊന്നും ആൻറ്റിബയോട്ടിക്സ് ഇപ്പം നമ്മൾ കൊടുക്കാറില്ല. ഞാൻ ചെറിയൊരു അനുഭവം ഇത് പറയാം. കാരണം ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ തൃശ്ശൂരത്തെ ഒരു പ്രമുഖ ഡോക്ടറെ മദറിന് ഞാനൊരു തൈറോയിഡ് ക്യാൻസർ ചെയ്തിരുന്നു. സാധാരണ രീതിയിൽ ചെയ്ത് നെക്സ്റ്റ് ഡേ വിടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സിസ്റ്റം. ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാറില്ല, ചെറിയ വേദന സംഹാരികൾ മാത്രമേ കൊടുക്കാറുള്ളൂ, വേദന ഉണ്ടെങ്കിലേ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ വന്നപ്പോൾ ഈ പേഷ്യൻസിന് ഒരു വളരെ ഹൈ എൻഡ് ആൻറ്റിബയോട്ടിക്സ് സൾബാക്ടം കെഫാപറസോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ 5 ദിവസം കൊടുക്കാൻ പറഞ്ഞിട്ട് 5 ദിവസം കിടത്തിയിട്ട് കൊടുത്താൽ മതിയെന്ന്. എനിക്ക് തോന്നുന്നു ഇത് ഒരു വിവരക്കേടാണെന്ന് എനിക്കന്ന് തോന്നിയത്. ഞാൻ ഡോക്ടറോട് സംസാരിക്കാനും ഞാൻ നിന്നില്ല. ഞാൻ 2ാമത്തെ ദിവസം പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്തു, ഞാനിത് ഓറലാക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് ആൾക്കാരുടെ ഇങ്ങനത്തെ ചില ധാരണകളുണ്ട്. ആൻറ്റിബയോട്ടിക്സ് കൊടുത്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം, നേരത്തെ പറഞ്ഞ പോലെ ഡിഫെൻസീവ് മെഡിസിൻ എന്നുള്ളതൊക്കെ ആയിരിക്കണം. ഇപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസ്, അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ സർജറിയുടെ കാര്യം ഇതാണ്. സർജറിയിൽ നമ്മൾ പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കണം. എല്ലാ സർജറിക്കും സർജറിയുടെ മുന്നേ ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കണം. അത് ഏത് ആൻറ്റിബയോട്ടിക് എന്ന് വെച്ചാൽ എല്ലാം വേണ്ട, ക്ലീൻ സർജറിക്ക് വേണ്ട. അല്ല, ക്ലീൻ സർജറിക്കും വേണം. ക്ലീൻ സർജറിക്ക് ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്? മെഷൊക്കെ വെക്കുന്നതിന് അല്ലല്ല, അത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആണ്. ഞാൻ പ്രീ ഓപ്പറേറ്റീവില് നമുക്ക് ആൻറ്റിബയോട്ടിക് എല്ലാ കേസിനും കൊടുക്കണം. അതിന് കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിലുള്ള ബാക്ടീരിയ സ്കിൻ സ്റ്റെറിലൈസ് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് സ്കിൻ ഗൈഡ് ലൈൻസിലുണ്ട്. പക്ഷെ നമ്മളാ ഗൈഡ് ലൈൻസ് അനുസരിക്കുന്നില്ല, ഞാൻ കൊടുക്കാറില്ല ആൻറ്റിബയോട്ടിക്സ്. പറഞ്ഞത് ശരി, ഓക്കെ. അപ്പൊ പോസ്റ്റ് ഓപ്പറേറ്റീവില് ഉള്ള കാര്യങ്ങള് ക്ലീൻ സർജറീസ്, ഇംപ്ലാന്റുകളൊന്നുമില്ല, പ്രോസസ്സസ് ഒന്നുമില്ല, ഇപ്പൊ ഹെർണിയയില് മെഷ് വെച്ചിട്ടില്ല, അങ്ങനത്തെ കേസുകൾക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവില് ഒരു ആന്റിബയോട്ടിക്കും ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രോസസ്സസ് ഉണ്ടെങ്കിൽ, ഇംപ്ലാന്റോ മെഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റ സിംഗിൾ ഡോസ് വിതിൻ 24 hours പോസ്റ്റ് സർജറി. ഇത് മാത്രമേ സർജറിക്ക് 1 or 2 ഡോസേ ആവശ്യമുള്ളൂ ഒരു കണ്ടിന്യൂസ് ഇൻഫെക്ഷൻ ഇല്ലെങ്കിൽ. പിന്നെ ഇപ്പോൾ ഇതിൽ മാഹിറ പറയണ്ട ഒരു സെപ്സിസ് ഒക്കെ വരും ചിലപ്പോൾ. ഇപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ കെയറിലൊക്കെ സെപ്സിസ് ഒക്കെ വരുന്നുണ്ട്. ഈ സെപ്സിസ് ഒക്കെ വരുമ്പോൾ ഒരു മൾട്ടിപ്പിൾ ആൻറ്റിബയോട്ടിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ മൾട്ടിപ്പിൾ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത് എത്രത്തോളം ആശാസ്യമാണ് എന്നുള്ളതാണ്. കാരണം അതിലിപ്പോൾ സാധാരണ ശ്രദ്ധിച്ചിട്ടുള്ളത് ഫംഗസിനുള്ളതുണ്ടാവും, ബാക്ടീരിയക്കുള്ളതുണ്ടാവും. അതും നാട്ടിൽ പറ്റുന്ന എല്ലാ ബാക്ടീരിയ ഒരു പക്ഷേ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാനൊരു കാരണം അതായിരിക്കും എന്നാണ് തോന്നുന്നത്. നമുക്ക് സർ ആൻറ്റിബയോട്ടിക് സ്റ്റീവാർഡ്ഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് കറക്റ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് കിട്ടണം. അപ്പോൾ കുറഞ്ഞ ആൻറ്റിബയോട്ടിക് എന്നല്ല, പേഷ്യൻറ്റിന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടണം എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ആൻറ്റിബയോട്ടിക് ഗൈഡ് ലൈനിൻ്റെ കാര്യം പറഞ്ഞില്ലേ,
അതനുസരിച്ചിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ സ്ട്രാറ്റിഫൈ ചെയ്ത് വെക്കും. അതായത് മുന്നേ പേഷ്യൻ്റ് ആൻറ്റിബയോട്ടിക് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് നമുക്ക് ഹൈ എൻഡ് ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണ്, വേറെ പ്രോൺ ഇൻഫെക്ഷൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആൻറ്റിഫംഗൽ ആവശ്യം വരും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുക കൾച്ചർ വിടണം. ആ കൾച്ചർ കിട്ടുന്നതനുസരിച്ചിട്ട് നമുക്ക് എസ്കലേഷൻ ഡീഎസ്കലേഷൻ ചെയ്യാൻ പറ്റണം. അതിലിപ്പോൾ നമ്മൾ ബയോഫെയർ യൂസ് ചെയ്തുകൊണ്ടിട്ട് ബയോഫയർ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇവിടെ ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു പുതിയ സാധനമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി കൾച്ചർ ചെയ്യുന്നു, ഏത് ആന്റിബയോട്ടിക് സെൻസിറ്റീവ് ആണെന്ന് നോക്കുന്നതിന് മിനിമം 3 days എടുക്കും യൂഷ്വലി റിപ്പോർട്ട് കിട്ടാൻ. അപ്പം അതൊരു 3 days എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ICUവിൽ അഡ്മിറ്റ് ആയ ഒരു സെപ്റ്റിക് ഷോക്ക് ഉള്ള പേഷ്യന്റിനെ കുറച്ച് ക്രൂഷ്യലാണ്. അവർക്ക് കറക്റ്റ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അതെ, അപ്പോൾ നമുക്ക് ആ ഒരു ടൈം പീരീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഈ ബയോഫയർ. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിതിൻ ഒരു കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് പ്രത്യേക പാനൽ ചെയ്യുന്നത്, അതില് എനിക്ക് തോന്നുന്നു അതിന്റെ DNA കണ്ടെത്തിയിട്ട് 1 മണിക്കൂറിനുള്ളിൽ അതിന്റെ റിപ്പോർട്ട് കിട്ടും, സ്ട്രെയിൻ കിട്ടും, കറക്റ്റ് സ്ട്രെയിൻ ആണെന്ന് കിട്ടും. മറ്റതിലാണെങ്കിൽ നമുക്ക് എക്സാക്ട് ഗ്രോത്ത് വന്നിട്ട് അത് 12 hours ആണ് പറയുന്നത്. അതെ, അപ്പൊ ഇതിന് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ബാക്ടീരിയ ഏതാണ്, ഏത് സ്ട്രെയിൻ ആണെന്ന് ഐഡന്റിഫൈ. അപ്പൊ നമ്മുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്, നമ്മുടെ നാട്ടിലുള്ള ഈ ബാക്ടീരിയക്ക് ഏത് ഡ്രഗ് ആണെന്ന് വിചാരിക്കാം, ആ ഡ്രഗിനുള്ള എത്ര പെർസെൻറ്റേജ് സെൻസിറ്റിവിറ്റി അത് ഓരോ ഡ്രഗിനോടും ഉണ്ടെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ആന്റിബയോഗ്രാം ഉണ്ട് നമ്മളുടെ ഡേറ്റ വെച്ചിട്ട്. ചുരുക്കത്തിൽ നമുക്ക് ആന്റിബയോട്ടിക്സിന്റെ എണ്ണം കുറക്കാൻ പറ്റും. ഇപ്പോൾ വെറുതെ കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് വേണ്ട. ഇതാണ് ആൾക്കാർ 25,000-30,000 രൂപ ICU ചാർജ് വരും എന്നൊക്കെ പറയുന്നത് മിക്കവാറും ഇതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അല്ല, ഈ ആന്റിബയോട്ടിക്കിന് ഉണ്ട്. കാരണം ആന്റിബയോട്ടിക് നമ്മൾ ഹയർ എൻഡ് ആന്റിബയോട്ടിക്സ് കൂടുന്തോറും പൈസ കൂടുകയാണ്. ഇപ്പൊ കൊളസ്ട്രീൻ അങ്ങനത്തെ ആന്റിബയോട്ടിക്സിനൊക്കെ 4,000 റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആന്റിബയോട്ടിക്സ് റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അപ്പൊ അതൊന്നും വില എനിക്ക് പകുതിയിലും താഴെ കുറക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. ഈ ബയോഫയർ എന്ന് പറഞ്ഞ ടെസ്റ്റിന് നമുക്ക് കുറച്ച് കോസ്റ്റ് ഉണ്ട്, ഒരു 8,000 rupees അടുത്തുണ്ട്. പക്ഷേ പോലും ഒരു ദിവസത്തെ മരുന്നിന്റെ വില പോലും ഒരു നേരത്തെ മരുന്നിന്റെ വില വരുള്ളൂ. അതല്ല, കാരണം അതിപ്പോ എനിക്കൊന്ന് വലിയ ആശുപത്രിയിലേ അതുള്ളൂ. പക്ഷേ ചെറുകിട ആശുപത്രിക്ക് പോലും അവർക്ക് പേഷ്യൻസിനെ അവിടെ അയക്കാൻ പറ്റും. സാമ്പിൾ കൊടുത്താൽ 1 മണിക്കൂറിനുള്ള റിപ്പോർട്ട് കിട്ടും. ഒരു നെറ്റ്വർക്ക് ഒരുപാട് പുറത്തുനിന്ന് വരുന്നുണ്ട്, അതിന്റെ സാമ്പിൾസ് വരുന്നുണ്ട്, ബയോഫയർ ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ ആന്റിബയോട്ടിക്സ് എണ്ണം കുറയ്ക്കും. ഡോക്ടർമാരുടെ ഇടയിൽ ഇപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലരും ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. പലരും പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിന് 8,000 രൂപ വരില്ലേ, അല്ലെങ്കിൽ 13,000 രൂപ വരില്ലേ എന്നാണ്. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ ആ 13,000 രൂപയുടെ എത്രയോ കൂടുതൽ നമുക്ക് ലാഭിക്കാൻ പറ്റും ആന്റിബയോട്ടിക്സ് അല്ലേ. ടാർഗറ്റഡ് തെറാപ്പിയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. പിന്നെ ആന്റിബയോട്ടിക്സ് നമ്മളിപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷനുള്ള ആന്റിബയോട്ടിക് അതെന്താ പലരും അത് തികച്ചും അശാസ്ത്രീയാണ്. അതൊന്നും പറയാനില്ല അതിനെ കുറിച്ച്. വൈറൽ എന്ന് പറഞ്ഞാൽ വൈറലാണ്. പേഷ്യൻസ് ആവശ്യപ്പെടും, സാർ ഒരു ആന്റിബയോട്ടിക്സ് വേണമെന്ന് പറയാ. അതെന്ന് വെച്ചാൽ പേഷ്യന്റ് എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. പേഷ്യൻസിന് അറിയില്ല, അത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. നമ്മളും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് സമയമില്ല എന്നുള്ളതാണ് അല്ലേ പ്രശ്നം. ഒരു പ്രശ്നമാണ്. പക്ഷെ എന്നാലും നമ്മള് കെയർ എല്ലാവരും ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കൊടുക്കുന്ന കെയറിന്റെ ക്വാളിറ്റി. അത് മാത്രമല്ല, ആൾക്കാർക്ക് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ പറയാറുണ്ട് ഇതിന് ആന്റിബയോട്ടിക്സ് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും 2-3 പ്രാവശ്യം ചോദിക്കും. ചിലപ്പോൾ അവർ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നുണ്ടാവും. ഇപ്പൊ അസിത്രോമൈസിനാണ് സാധാരണ ഓറലായിട്ട് കൊടുക്കാറുള്ളത്. ഈ അസിത്രോമൈസിനെ കുറിച്ച് കുറച്ച് ചീത്തപ്പേരുണ്ടെന്നുണ്ട് അല്ലേ. അത് കോവിഡിന്റെ സമയത്ത് എല്ലാരും പഠിച്ച ഒരു പേരാണ് ഈ അസിത്രോമൈസിൻ. അത് ആൾക്കാർ വെറുതെ കഴിക്കുന്നുണ്ട്. സൈഡ് എഫക്ട്സ് എന്താ പ്രധാനമായിട്ട്? നമ്മൾക്ക് ഡ്രഗ് ഇന്ററാക്ഷൻസ് കൂടുതൽ, അത് വേറെ മരുന്നുകളുമായിട്ട് പ്രതിപ്രവർത്തനം നടത്താനുള്ള ചാൻസ് കൂടുതലുള്ള ഒരു ഡ്രഗാണ്. അത് കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ടാക്കും, സഡൻ ഡെത്ത് എന്നൊക്കെ പറയുന്നുണ്ട് ചിലർ. നമുക്കിപ്പോ ഈ ഛർദിക്ക് കൊടുക്കുന്ന ഡോംബെരിഡോൺ പോലുള്ള ഡ്രഗ്സുമായിട്ട് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ECGയിൽ ക്യൂട്ടി പ്രൊലോങ്ങേഷൻ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് അതുപോലെ ഇപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉള്ള ഒരു പുതിയൊരു ഡ്രഗ് കമ്പനീസിൻ്റെ ഒരു പരിപാടിയാണ് കുറേ കോമ്പിനേഷൻസ് ഇറക്കുക. പണ്ടുള്ളതിനേക്കാളും സാധനങ്ങൾ മാറ്റിയിട്ട് ഇപ്പോൾ ക്ലാവലാനിക് ആസിഡിന്റെ കൂടെ പല ഡ്രഗ്സ് ആഡ് ചെയ്യുക. കോമ്പിനേഷൻ എന്ന് പറയാ. സാധാരണ ഇതിൽ ഒരുപാട് ഡ്രഗ്സ് ഉണ്ട് അതുപോലെ. കാരണം ഒരു കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ്, ഇപ്പോൾ കെഫാപെറസോൾ സൾബാക്ടം അല്ലേ, അപ്പോൾ ഇറാഷണൽ കോമ്പിനേഷൻ കുറേ ഉണ്ട്. ജലദോഷത്തിനുള്ള മരുന്നുകൾ പോലും ഉണ്ട്, ഡയബറ്റിക് ഡ്രഗ്സ് ഉണ്ട്, പിന്നെ
ലിനസോളിഡ് ഒക്കെ നമ്മളുടെ ഹയർ എൻഡ് റിസർവിൽ വെച്ചിരിക്കുന്ന ആന്റിബയോട്ടിക്കിനെ ചെറിയ ആന്റിബയോട്ടിക്കായിട്ട് കമ്പയർ ലിനസോളിഡിനെ കുറിച്ചൊന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ അത് ഒരു ഡോക്ടർക്കും നേരിട്ട് ഉപയോഗിക്കാനുള്ള അധികാരം നമ്മൾ കൊടുത്തിട്ടില്ല. അതിന് കൊടുത്തിട്ടില്ല. ലിനസോളിഡ് നമ്മൾ ഒരു ഡോക്ടറും എഴുതാൻ പാടില്ല. കാരണം അതിന് വേഗം റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അത് ആൻറ്റിബയോട്ടിക്സ് സെൻസിറ്റിവിറ്റി കൾച്ചർ ചെയ്ത് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. വേറെ ഏതൊക്കെ അങ്ങനത്തെ ഡ്രഗ്സ് ഉള്ളത്? നമ്മൾ കാർബാപ്പിനും ഗ്രൂപ്പിൽ വരുന്ന മെറോപ്പിനും തൊട്ട് ഹയർ ആയിട്ടുള്ള എല്ലാ ആൻറ്റിബയോട്ടിക്കും സെഫ്റ്റാസിഡിം, അവിബാക്റ്റം, ആസ്ട്രിയോനം, then colistin, TG-cycline, കൊടുക്കുമ്പോൾ ജസ്റ്റിഫൈഡ് ആയിരിക്കണം. നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചുരുക്കത്തിൽ റെസിസ്റ്റൻസ് വരാനുള്ള പ്രധാന കാരണം നമ്മൾ ഇൻഡ്യൂഡീഷ്യസ് ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് വരുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഈയിടെ കേട്ടു ഒരു 10 വയലിന് 4 ലക്ഷം രൂപ വരെയുള്ള ഒരു ആൻറ്റിബയോട്ടിക്സ്. എന്താ പേരെന്തായിരുന്നു? സെഫിഡെറോക്കോൾ. അത് നമ്മൾക്കിങ്ങനെ ഒരു പേഷ്യന്റിന് റെസിസ്റ്റന്റ് സ്ട്രെയിൻ കിട്ടി, അപ്പോൾ കൊടുക്കാനായിട്ട് ഓപ്ഷൻ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇങ്ങനെ 10 വയലിന് 4 ലക്ഷം രൂപ. പക്ഷേ പേഷ്യന്റിന് കൊടുക്കാൻ പറ്റിയില്ല. നമുക്ക് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് പ്രോബയോട്ടിക്സ്. ഇത് നമ്മളിപ്പോ കോമ്പിനേഷൻ പറഞ്ഞു. ഇപ്പൊ അടുത്തൊരു കോമ്പിനേഷൻ ഒരു രസകരമായ കോമ്പിനേഷൻ ആണ് മായ പറഞ്ഞു. ഏതായിരുന്നു? ഒരു ലാക്ടോബാസിലസ് കൂടിയിട്ടുള്ള ഒരു ആന്റിബയോട്ടിക്. ഈ ലാക്ടോബാസിലസ് ആണ് പ്രോബയോട്ടിക് ആയിട്ട് ഉള്ളത്. ഈ ലാക്ടോബാസിലസ് വേറെ കുറെ അതിൽ മോസ്റ്റ് കോമൺ ലാക്ടോബാസിലസ് ആണ്. ഇത് ആക്ച്വലി ഒരു ബാക്ടീരിയ ആണ്. ഈ ഫിക്സഡ് ഡോസ് കോമ്പിനേഷനിൽ കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആന്റിബയോട്ടിക്കും ഒരു ഞാൻ പറഞ്ഞില്ല. അത് ഇപ്പൊ നമ്മുടെ ആൾക്കാർ കോമ്പിനേഷൻ ഇറക്കാനുള്ള കാരണം ഈ ഡ്രഗിന്റെ കൺട്രോൾ ഉണ്ടല്ലോ, പ്രൈസ് കൺട്രോളിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനാണ്. അത് അങ്ങനെ കുറെ ഡ്രഗ്സ് ആൾക്കാർ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗട്ടിലുള്ള, നമ്മുടെ ആമാശയത്തിലുള്ള ഓൾറെഡി നോർമൽ ആയിട്ടുള്ള ഫ്ലോറ മീൻസ് ബാക്ടീരിയ, അതാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പ്രോബയോട്ടിക്സിൽ കൊടുക്കുന്നത്. ഇത് യൂഷ്വലി നമ്മൾ പല രീതിയിൽ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശോധന കൂട്ടാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട്, ദഹനക്കേടിന് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. ഇത് ആക്ച്വലി പ്രൂവൺ ആയിട്ട് ഈ ലാക്ടോബാസിലസ് പ്രോബയോട്ടിക്സ് കൊടുക്കാൻ പ്രൂവൺ ആയിട്ടുള്ളത് ആകെ ഒരു മേജർ കണ്ടീഷനുള്ളൂ. ഈ ആന്റിബയോട്ടിക് കാരണം ഉണ്ടാവുന്ന ഡയറിയ. ചില ആൾക്കാരിൽ പ്രൊലോങ്ഡ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവും പേഷ്യന്റ്. ഡയറിയ ഉണ്ടാവാം. അതില് ഞാൻ പറയാറുള്ളത് തൈര് കഴിക്കാനാണ്. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സ്യൂഡോഎംബ്രിയോസ് കൊളൈറ്റിസ് എന്ന രോഗം ആന്റിബയോട്ടിക്സ് കഴിഞ്ഞാൽ ഒരു ബ്ലീഡിങ് ഒക്കെ വരുന്ന കുറച്ച് സീരിയസ് ആണത്. ആ പേഷ്യന്റ്, അങ്ങനത്തെ പേഷ്യൻസിന് നമുക്ക് ഓറൽ കഴിക്കാൻ പറ്റില്ല. ഓറൽ ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ റൈറ്റ് ട്യൂബിൽ കൂടെ ഒക്കെ കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ തൈരൊന്നും കൊടുക്കാൻ പറ്റില്ല. അതെ. അപ്പൊ ഇതില് ഈ പറഞ്ഞ പോലെ പ്രോബയോട്ടിക്സ് യൂസ്ഫുൾ ആണ്. പക്ഷേ വളരെ അപൂർവം കണ്ടീഷനിലെ പ്രോബയോട്ടിക്, ഇപ്പോൾ ഓരോ വരുന്ന എല്ലാ റെപ്രസെന്റിന്റെ അടുത്ത് ഒരു പ്രോബയോട്ടിക് ഉണ്ടാവും. അപ്പൊ അത് ഇപ്പോൾ ഉറക്കത്തിന് പോലും പ്രോബയോട്ടിക് കൊടുക്കണം എന്ന് പറയുന്നത്. അല്ല, ഇതിന് നമ്മളിത് കണക്കാക്കപ്പെടുന്നത് വെച്ചാൽ പ്രോബയോട്ടിക്സ് നമ്മൾ മാർക്കറ്റഡ് ആണ്, ആഡ് കാണുന്ന യാക്കൂൾട്ട് എന്നൊക്കെ പറഞ്ഞ ആഡൊക്കെ കാണുന്ന സാധനം ആയതുകൊണ്ട് ഇത് സാധു മെഡിസിൻ ആണെന്നാണ് ജനങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ സാധനം ആക്ച്വലി ഒരു ബാക്ടീരിയ ആയതുകൊണ്ട് ഒരു ചില കണ്ടീഷൻസിൽ പേഷ്യൻസിന് ഈ പറഞ്ഞ പോലെ ഈ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റിറോയിഡ് കഴിക്കുന്ന അല്ലെങ്കിൽ കീമോതെറാപ്പി ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവും. ഇവർക്ക് ഓൾറെഡി ഇമ്മ്യൂണിറ്റി കുറവാണ്. ഇവർക്ക് ഈ പ്രോബയോട്ടിക്സ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ബാക്ടീരിയമ വന്ന് എന്ന് വെച്ചാൽ ബ്ലഡിൽ ഇൻഫെക്ഷൻ വന്ന് സെപ്സിസ് പോയ കേസുകളുണ്ട്. അതുകൂടാണ്ട് കീമോതെറാപ്പി കൊടുക്കുന്ന പേഷ്യൻസിനൊന്നും ഒരിക്കലും പ്രോബയോട്ടിക് കൊടുക്കാൻ പാടില്ല. അതെ, അല്ലെങ്കിൽ ടെർമിനൽ ഇൽനെസ് വന്ന ആൾക്കാർക്ക്. അതെ, അത് മാത്രമല്ല ഇപ്പൊ ഒരു പേഷ്യന്റ് വാൽവുലാർ ഡിസീസ്, ഹാർട്ടിന്റെ വാൽവുലാർ ഡിസീസ് ഉള്ളത് അല്ലെങ്കിൽ പ്രോസ്തെറ്റിക് വാൽവ് ഉള്ള ആളുകൾ, ഇവരൊന്നും ഇത് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. വാൽവിൽ പോയി അറ്റാച്ച് ചെയ്യുന്ന ഒരു പ്രശ്നം വരുന്നത്. പ്രോബയോട്ടിക്കുള്ള ബാക്ടീരിയ പല ആന്റിബയോട്ടിക്സും നശിപ്പിക്കാനും പറ്റില്ല. അത് വേറെ പ്രശ്നം. എൻഡോകാർഡൈറ്റിസ് ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രോബയോട്ടിക്സ് ആക്ച്വലി എത്ര ഒരു സേഫ് സാധനമല്ല. അല്ല, ഞാൻ സാധാരണ പറയാറുള്ള ആൾക്കാരോട് പലരും പരതിയിട്ട് വരാറുണ്ട്. കാരണം ആന്റിബയോട്ടിക്സ് ഇൻഡ്യൂസ് ഡയറിയ, ഞാൻ തൈര് കഴിച്ചോളാനെ പറയാം. ചൂടാക്കാത്ത തൈര് കഴിക്കണം എന്നാണ് പറയാറ്. ഒരു ഇത് എഫക്റ്റീവാണത്. പക്ഷേ സീരിയസ് ഇപ്പോൾ സ്യൂഡോമോണസ് കൊളൈറ്റിസ് ഒക്കെ ആണെങ്കിൽ നമ്മളിത് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. ജസ്റ്റിഫൈഡ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ്, ഇപ്പോൾ എൻ്റെ പല ഫ്രണ്ട്സും ഡോക്ടേഴ്സ് തന്നെ കഴിക്കുന്നുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അത് കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ആൾ ഉഷാറാക്കും, ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യും, മെറ്റബോളിക് സെറ്റപ്പൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അതിലെന്തെങ്കിലും അർത്ഥട്ടാ?
ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ആൻറ്റി ഓക്സിഡൻസ് ഇതാക്കുന്നത്. അതിന് പക്ഷേ മിക്സ്ഡ് എവിഡൻസും പ്രൂവൺ സ്റ്റഡീസസ് കുറവാണ്. അല്ല, നമുക്ക് പ്രധാനമായിട്ട് ഈ ആന്റി ഓക്സിഡൻസ് ഉള്ള ഫുഡ് സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? വെജിറ്റബിൾസ് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു വലിയ നല്ല സോഴ്സാണ്. അപ്പോൾ അതിൽ നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് നല്ലോണം കിട്ടുന്നതാണ്. ചായയിലുണ്ടോ? ചായയിലുണ്ട്. ഒരുവിധം ഞാൻ അറിഞ്ഞിടത്തോളം ഒരുവിധം എല്ലാ ഇതിലുണ്ട്. ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതിലെല്ലാം ഉണ്ട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന് ശേഷമാണ് ഇത് കൂടിയത്. ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസിന്റെ മാർക്കറ്റ് കൂടിയത്. ഇപ്പൊ അവര് എനിക്ക് തോന്നുന്നു പണ്ട് ധാരാ ചെയ്തിരുന്നത് ആംബയൊക്കെ ആയിരുന്നു അല്ലേ? അതാണ് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഓൾറെഡി ഫുഡിൽ കിട്ടുന്ന പോഷകാഹാരം ഡ്രഗ് ഫോമിൽ കൊടുക്കുക. അതാണ് ഈ വാക്കിന്റെ തന്നെ അർത്ഥം, ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്നുള്ളതിന്റെ അർത്ഥം. ഇത് ഇത്രയും കാലം പണ്ട് ഉണ്ടായിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡയറക്റ്റ് ടു കൺസ്യൂമർ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളിലോട്ട് മാർക്കറ്റ് ചെയ്യുക, ഈ മൾട്ടി വൈറ്റമിൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു. ആംബെ, ഹെർബലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ ഇപ്പോൾ കാണുന്ന എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവർ മാറ്റിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇപ്പോൾ ഇതിലടങ്ങുന്ന സാധനങ്ങളാണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്, പിന്നെ ജിഞ്ചോ ബൈലോബ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം, പിന്നെ അശ്വഗന്ധ, ടെർമറിക്, നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ എക്സ്ട്രാക്ട്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ. അപ്പോൾ ഇതിൽ പണ്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ ഡയറക്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം അത് മാറ്റം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് ഈ കുപ്പിയിൽ നിന്നായിരുന്നു. ഇപ്പോൾ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് പല ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും, കുപ്പിക്കകത്ത് ഈ മഞ്ഞ ബോൾ പോലത്തെ സാധനങ്ങളായിരുന്നു. അപ്പം അതൊക്കെ മാറ്റി ഇവർ ഡ്രഗിന്റെ അതേ ഫോർമാറ്റ് ആക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബ്ലറ്റിന്റെ ഫോമിൽ സ്ട്രിപ്പിലും അതിന്റെ പെട്ടിയൊക്കെ മാറ്റി ആ രീതിയിലും. പിന്നെ അത് കൂടാണ്ട് തന്നെ ഇതിന്റെ മാർക്കറ്റിംഗ് മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം പണ്ടത്തെ പോലെ ഡ്രഗ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഇവർ വരുന്നത്. എന്നിട്ട് ഡോക്ടറുടെ അടുത്താണ് ഇവരെ മാർക്കറ്റിംഗ് നടക്കുന്നത്. എന്നിട്ട് ഇത് പ്രിസ്ക്രിപ്ഷൻ എഴുതി വാങ്ങുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്യുവർ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണെന്നുണ്ടെങ്കിൽ ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള ഡ്രഗിൻ്റെ റെഗുലേറ്റർ കമ്മിറ്റി അല്ല. അതെന്ന് പറഞ്ഞാൽ CDSCO എന്ന് പറഞ്ഞിട്ട് ഇത് അവരല്ല ഇത് ചെയ്യുന്നത് FSSAIയുടെ അണ്ടറിലാണ്, ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിയുടെ അണ്ടറിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CDSCOന് ക്ലിയർ ആയിട്ടുള്ള ഫാർമക്കോ വിജിലൻസ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇതെങ്ങനെ നമ്മൾ ഫാർമക്കോളജിയിൽ ഇത് മരുന്നാന്നിങ്ങനെ പറയും? നമ്മള് ഇവര് മറ്റേ ഡ്രഗ്സ് പോലെ മാർക്കറ്റ് ചെയ്ത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ഡ്രഗ്സ് ആയിട്ട് തന്നെ കണക്കാക്കപ്പെടണം. ഇത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ബുക്കുകളിലൊന്നും ഇത് കാണാറില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും വലിയൊരു ഡേഞ്ചർ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഇതിൽ ഒരുപാട് ഇപ്പം ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഹെർബൽ പ്രൊഡക്ട്സിന് ഒരുപാട് ആൽക്കലോയിഡ്സ് ഉണ്ട്. ഈ ആൽക്കലോയിഡ്സിന് ഒരു ഡിഫറെൻ്റ് ആക്ഷനാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഡോക്ടർ ഉണ്ട് ഇവിടെ മറ്റേ എറണാകുളത്ത്. അപ്പോൾ പുള്ളി അതിനെക്കുറിച്ച് കുറച്ച് സ്റ്റഡീസ് നടത്തിയൊരു ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ്. അപ്പോൾ പുള്ളി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് സിറോസ് ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനത്തെ. അതിപ്പോ അടുത്തുണ്ട് ഹെർബൽ പ്രോഡക്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹെർബലൈഫിന് തന്നെ ഈ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നത്. ഒരു ഇതില്ല, തടി കുറക്കാനുള്ള ഒരു സാധനം അതിന് ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. അല്ല ഇപ്പൊ ഇതൊരു ഭയങ്കര ചർച്ചയായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഇപ്പൊ അടുത്തൊരു റീസെന്റ് ആയിട്ട് ഇപ്പൊ ഹിറ്റായ ഒരു പടമുണ്ട് നമ്മുടെ വാഴ 2 എന്ന് പറയുന്നത്. അതിലൊരു മെയിൻ ക്യാരക്ടറിന്റെ അച്ഛൻ ഇതേപോലെ അരിഷ്ടം കുടിച്ച് ലിവർ സിറോസിസ് അടിച്ചിട്ടാണ് മരിക്കുന്നത്. അത് പക്ഷേ ഞങ്ങളുടെ ഒരു സീനിയർ ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര പാലവി ഡോക്ടർ കുറെ പേഷ്യൻസിനെ വയ്ക്കും. കാരണം വെച്ചാൽ ഇവർ ഈ പ്രഗ്നൻസി ഉണ്ടല്ല, പ്രഗ്നൻസിയുടെ സമയത്ത് അരിഷ്ടം കൊടുക്കും, ദ്രാക്ഷാരിഷ്ടം. ചിലത് ബ്രാൻഡി വരെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മുസ്ലിംസ് പോലും ഇത് കഴിക്കും, ദ്രാക്ഷാരിഷ്ടം കൊടുക്കുക. ഇത് കഴിഞ്ഞത് ഒരു നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ ഈ ഒരു പോസ്റ്റ് പ്രഗ്നൻസി പീരീഡിൽ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ചിലപ്പോൾ ഒരു ഡിപ്പെൻഡൻസ് വരും. അപ്പോൾ പിന്നെ കുറച്ച് കാശുള്ള ആൾക്കാരൊക്കെ ഇടക്കിടക്ക് വാങ്ങി കുടിക്കും. ദിവസം 2 കുപ്പിയോ അല്ലെങ്കിൽ 1 കുപ്പി അല്ലെങ്കിൽ ആഴ്ചയിൽ 3-4 കുപ്പിയൊക്കെ കഴിക്കാൻ തുടങ്ങും. ഇത് ശരിക്കും ആൽക്കഹോൾ 24% ആൽക്കഹോൾ 28% ആൽക്കഹോൾ ദ്രാക്ഷാരിഷ്ടത്തിലുണ്ട്. അപ്പോൾ ഇവർക്ക് ക്രമേണ ഇവർക്ക് സിറോസ് വരും. അപ്പോൾ ഈ അരിഷ്ടം എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. ആൾക്കാരോട് നമ്മുടെ പ്രേക്ഷകരെ ശ്രദ്ധിക്കാതെ അരിഷ്ടം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കരുത്. ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മേജർ ഒരു സാധനം ഉണ്ട്, ഈ FDA എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞ പോലെ ഈ അമേരിക്കയിലുള്ള ഡ്രഗ് അതോറിറ്റി ഉണ്ട്. ഇതൊന്നും ഇവർ അപ്രൂവ്ഡ് അല്ല. അവർ സെപ്പറേറ്റ് ഒരു കാറ്റഗറിയാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ്. അതിന് വേറെ രീതിയാ. അതായത് അവിടെ ന്യൂട്രാസ്യൂട്ടിക്കൽ എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം എനിക്ക് കമ്പനിയായിട്ടൊരു ബന്ധമില്ല എന്ന് പറയണം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇത് ഡയറ്റാണ്, ആഹാരമാണ്, മരുന്നല്ല എന്നുള്ള രണ്ട് കടലാസ് സൈൻ ചെയ്യണം അവർ അതിന്. ഇതുപോലെ ഒരു ഫോർ എക്സാമ്പിൾ ക്രിയാറ്റിൻ, അതുപോലെ കൊളാജൻ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ IT കമ്പനികളിലെ ആൾക്കാർ അല്ലെങ്കിൽ ചെറുപ്പക്കാർ, ഈ ന്യൂജൻ എന്ന് പറയുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് സാമ്പത്തിക ശേഷി അല്പം കൂടുതലുള്ള ആൾക്കാർ, പല കമ്പനികളിലും എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ സാധനം. ഇതിൽ ആക്ച്വലി
ഇതൊരു മസിലിന് കൂടുതൽ എനർജി ഉണ്ടാക്കുന്ന, മസിലിൻ്റെ ആക്ടിവിറ്റി സമയത്ത് കൂടുതൽ എനർജി ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇതിന് കാര്യമായിട്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ ഇതൊരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഭയങ്കര എക്സ്പെൻസീവാണിത്. അപ്പോൾ ജിമ്മിൽ പോകുന്നവർ, അതുപോലെ അത്ലറ്റിക്സിലൊക്കെ പോകുന്നവർ ഉപയോഗിക്കും. പക്ഷേ ഇത് സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. രാവിലെയും വൈകുന്നേരം ഓരോ ക്രിയാറ്റിൻ ക്യാപ്സൂൾ കഴിക്കുക എന്നുള്ളത് ഇവരുടെ സ്വഭാവമായി തീർന്നിട്ടുണ്ട്. കാരണം അത് ഫിറ്റ്നസ് കൂടും, ചെറുപ്പക്കാരാവും, ഇങ്ങനെയൊക്കെയാണ്. ഇതൊരു ഒരു മിറാക്കിൾ ഡ്രഗായിട്ട് ആൾക്കാർ കണക്കാക്കുന്നത്. അത് മെയിനായിട്ട് മസിൽ ഫറ്റീഗ് ഉണ്ടല്ലോ, മസിൽ ഫറ്റീഗ് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ലോങ് ടൈമിൽ ഇല്ലെന്നാണ് പറയുന്നത്. അത് അതിങ്ങനെ പുതിയതായിട്ട് ഇപ്പൊ റീസെന്റ് ഒരു അഡ്വാൻസ് ആണ്. ഇതിനെക്കുറിച്ച് അധികം സ്റ്റഡീസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ സാധാരണ മനുഷ്യർക്ക് ഇങ്ങനത്തെ ഒരു മരുന്ന് കഴിക്കേണ്ട ആവശ്യം ഉണ്ടോന്നല്ല, പ്രത്യേകിച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ല. അത് അങ്ങനെ ഒരു എന്താ പറയാ എക്സസൈസും അങ്ങനെ എക്സർഷനും ചെയ്യുന്ന ആൾക്കാരിൽ ചിലപ്പോൾ അത്ലറ്റിക്സ് മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് കഴിക്കാം. ഒരു സഡൻ എനർജിയാണ്. ഇതിനെക്കുറിച്ച് പോലും അതിൽ ചില സ്റ്റഡീസിൽ ഇത് അപ്രൂവ്ഡ് അല്ല. ഇതിങ്ങനെ വരുന്നുണ്ട് എന്നുള്ള കാരണം ഇത് തന്നെ എല്ലാ സ്റ്റഡീസും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്കവാറും ഇത് ഒരു കൊമേഴ്ഷ്യലി ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റഡീസ് ആയിരിക്കണത് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ കൊളാജൻ എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക് പ്രോട്ടീനാണ്. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ വൂൺ ഡ്രസ്സിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നത് കൊളാജൻ. പക്ഷെ ഇത് ആൾക്കാർ കഴിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു എനിക്കൊന്ന് ഏറ്റവും അവൈലബിൾ ഏറ്റവും നല്ല പ്രോട്ടീൻ മുട്ടയാണ് അല്ലേ. ഇന്നത്തെ ഒരു പ്രോട്ടീൻ സബ്സ്റ്റൻസ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏത് പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാലും അതിൽ ഏറ്റവും നല്ലത് അവൈലബിളായിട്ട് ഏറ്റവും നല്ല ആൽബുമിനാണ്, എഗ് ആൽബുമിൻ. പക്ഷേ ഈ കൊളാജൻ ആൾക്കാർ കഴിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരമൊക്കെ കഴിക്കുന്ന കുറേ IT പ്രൊഫഷണൽസ് ഉണ്ട്. ഇതും ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഈ കൊളാജൻ എന്തൊക്കെ ചെയ്യും ശരീരത്തിന്, ആൻറ്റി ഏജിങ് എഫക്റ്റ് ഉണ്ട്. പിന്നെ ആൾക്കാരുടെയൊക്കെ പ്രധാന പ്രശ്നം ക്ഷീണം, പിന്നെ ഡിപ്രഷൻ, ഇതിനൊക്കെയാണ് ഇത് കഴിക്കുന്നത്. അത് എവാലുവേറ്റ് ചെയ്യാതെ ഇങ്ങനത്തെ മരുന്നുകൾ കഴിക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നത്. അതാണ് കുറേ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ചിലവാകാൻ കാരണം. ഈ വെൽനെസ്സിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഒരു US ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. അതിന്റെ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US ഫാർമക്കോളജിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ മെഡിസിന്റെ ഡ്രഗ്സിന്റെ എൻറ്റയർ മാർക്കറ്റിന്റെ 2 ഇരട്ടിയാണ് ഈ പറഞ്ഞ ന്യൂട്രാസ്യൂട്ടിക്കലും വെൽനെസ്സിന്റെ. അല്ല, ആ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. കാരണം 5000 രൂപ ഒരാളോഹരി പ്രതിശീർഷ മരുന്ന് വാങ്ങുന്ന ഒരു കേരളത്തിൽ ബാക്കിയുള്ളിടത്ത് അത് 1000 രൂപയിൽ താഴെയാണ്. അപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു 50% ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസും ആവശ്യമില്ലാത്ത ഡ്രഗ്സ് പോകുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കുറേ ഡ്രഗ്സ് ഇല്ലേ, പർസോഡിയോസ്റ്റിക്കാളിക് ആസിഡ്, വൈറ്റമിൻ ഇ, പിന്നെ ന്യൂറോ വൈറ്റമിൻസ്, PP, ഇങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ അതാണ് നമുക്കിത് 2000 രൂപയാക്കാൻ പറ്റും. കേരളത്തിൽ എത്ര ലാഭം ഉണ്ടാവും ഇത്? അതാണ് എല്ലായിടത്തും ഈ WHO തന്നെ അത് വരാൻ ഈ സ്റ്റഡി ചെയ്യാൻ കാരണം ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ്. WHO അതേ സ്റ്റഡിയിൽ തന്നെ അവർ വേറൊരു കാര്യം കൂടി പരാമർശിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50% അൺനെസസറി ആണ്. ഈ 50%-ൽ 40%-ലുള്ള ഡ്രഗ്സ് ഇവർ മര്യാദക്ക് കഴിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം. പോളി ഫാർമസി എന്നൊരു പ്രശ്നമുണ്ട്. അതെ, പോളി ഫാർമസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോൾ ഒരു കണക്കെടുപ്പാണത് 3-4 ഡ്രഗാണെന്ന് ആയിരുന്നു. 2 to 3 ഡ്രഗ്സ് ആയിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 5-6 ഡ്രഗ്സ് ആയിട്ടുണ്ട് ഒരു പ്രിസ്ക്രിപ്ഷനിൽ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല പ്രിസ്ക്രിപ്ഷനും കാണാറുള്ളത് 15-20 ഡ്രഗ്സ് ഉണ്ട്. എനിക്കൊന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ അതിൽ മരുന്നുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ആലോചിച്ച് നോക്കാം. നമുക്ക് കുറച്ച് പ്രിസ്ക്രിപ്ഷൻ ഇവിടെ കാണാം. ഞങ്ങൾ കുറച്ച് പ്രിസ്ക്രിപ്ഷൻ പ്രഷർക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ചിലതിലൊക്കെ 20% ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, ആവശ്യമുള്ള മരുന്നുള്ളൂ. 80% ആവശ്യമില്ലാത്തതാണ്. ഇപ്പോൾ ഒരു 3000 രൂപയുടെ ഡ്രഗ് എഴുതിയാൽ അതിലൊരു 600-700 രൂപയുടെ മരുന്നേ ആ രോഗിക്ക് ആവശ്യമുള്ളൂ. ബാക്കി 2400 രൂപ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസും ആവശ്യമില്ലാത്ത മരുന്നുകളിലാണ്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ വേണ്ടത്ര ഈ സോഷ്യൽ ആക്ടിവിസ്റ്റോ സംഘടനകളോ ഒക്കെ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, നമ്മൾ ഇനി പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ് എന്നുള്ളൊരു ചോദ്യം പ്രാധാന്യമാണ്. ഉണ്ട്, സംഭവിക്കാൻ കാരണമുണ്ട്. കേരളത്തിലെ പ്രത്യേക അന്തരീക്ഷത്തിൽ ചോദിക്കാൻ കാരണമുണ്ട്. ഒന്ന് പ്രധാനമായിട്ട് ഇത് വിവരമില്ലായ്മ എന്നാണ് പറയുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആൾക്കാർക്ക് ഇപ്പോൾ ഇന്നത്തെ ഇൻഫർമേഷൻ ആയിരിക്കില്ല നമുക്ക് നാളെ, നിങ്ങൾ പറഞ്ഞില്ലേ, അതെ, ഇന്നത്തെ ഇൻഫർമേഷന് നാളെ തെറ്റായിരിക്കും. ഇന്ന് നമുക്ക് അറിയുന്നൊരു കാര്യങ്ങൾ തെറ്റായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. ഈ കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് CME. പിന്നെ ഡോക്ടർമാർ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, ഫാർമസി. അല്ലേ,
ഫാർമക്കോളജി എപ്പോഴും മറന്നു പോകും. അതിനെക്കുറിച്ചൊന്നും പഠിക്കില്ല. മിക്കവാറും ഈ റെപ്രസെൻറ്റേറ്റീവ്സ് പറയുന്ന കാര്യങ്ങളാണ് അവർ ഇതാക്കുക. അതിനവർ ചില എവിഡൻസൊക്കെ കൊണ്ടുവരും. വളരെ കുറവ് ആൾക്കാരെ അവരെ ചോദ്യം ചെയ്യുള്ളൂ, ഇത് ശരിയാണോ അല്ലെങ്കിൽ റെഫർ ചെയ്യാനും പോകുന്നുള്ളൂ. ഇപ്പോൾ ഗൂഗിൾ വന്നതിന് ശേഷം കുറച്ചുകൂടി ഉണ്ട്, എന്നാൽ പോലും വളരെ കുറവാണ് അവർ പറയുന്നത് വിശ്വസിക്കലാണ്. പിന്നെ അപ്പോൾ അത് വിവരമില്ലായ്മ എന്നുള്ളൊരു പ്രധാന പ്രശ്നമാണ്. ഞാൻ ഇപ്പോൾ 1-2 ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ. പല ഡോക്ടർമാരും തെറ്റിദ്ധാരണകളുണ്ട്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ജോലിയോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ രോഗിയുടെ പണമാണ് നമ്മൾ ചിലവഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യർ ഇപ്പോൾ പൈസ ചിലവഴിക്കുന്നത് അവരുടെ ഇഷ്ടത്തിന് സാധനം ചിലവഴിക്കുക. പക്ഷേ ഈ പ്രിസ്ക്രിപ്ഷനിൽ അങ്ങനെയല്ല, മരുന്ന് വാങ്ങുന്നതിൽ അങ്ങനെയല്ല. ഡോക്ടർമാരാണ് അവരെ പ്രോംപ്റ്റ് ചെയ്യുന്നത്, ഡോക്ടർമാരാണ് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ് അവരോടുണ്ടെങ്കിൽ അവരുടെ പണം കഴിയുന്നത്ര ചിലവഴിക്കാതിരിക്കാൻ നമുക്ക് നോക്കുക എന്നുള്ളതാണ് അതിൽ. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, അത് രോഗികൾ നിർബന്ധിച്ചിട്ടാണ് എഴുതുന്നത്. പക്ഷേ രോഗികൾ നിർബന്ധിച്ചാൽ നമ്മൾ എഴുതി കൊടുക്കാൻ പാടില്ല. കാരണം നമ്മളിത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളുടെ ഒരു എത്തിക്സ് എന്താണെന്ന് വെച്ചാൽ രോഗിയെ നമ്മൾ കുഴപ്പത്തിൽ ചടിക്കരുത്, സാമ്പത്തികമായിട്ടും ഇപ്പോൾ ഈ സൈഡ് എഫക്റ്റിൻ്റെ കാര്യത്തിലും അയക്കരുതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറെ കണ്ട പോലെ മിഥ്യാധാരണകളുണ്ട്, ഇത് കൊടുത്താലേ ശരിയാവും, അതും വിവരമില്ലായ്മയാണ്. വേറെ എന്തെങ്കിലും ഉണ്ടാ? അല്ല, ഇതിൽ വേറൊരു കാര്യം, ഡോക്ടർമാരുടെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ പേഷ്യന്റിന്റെ എഡ്യൂക്കേഷനും പേഷ്യന്റിനെ ബോധവൽക്കരിക്കുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ആരെ ബോധവൽക്കരിക്കേണ്ടത്? ഡോക്ടർമാരാണ്. അല്ല, ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക പേഷ്യൻസിനും ഇപ്പം നമുക്ക്, എനിക്ക് തോന്നുന്നത് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു പ്രാക്ടീസ് തുടങ്ങുന്ന ഒരാൾക്ക് അവർ ഇങ്ങനെ ഒരു കെയർഫുൾ ആയിട്ട് ഇറാഷണൽ പ്രിസ്ക്രിപ്ഷൻ എഴുതില്ല, കറക്റ്റ് മെഡിക്കേഷൻ എഴുതുന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പേടി ഉണ്ടാവും. പൊതുവേ നമ്മുടെ പേഷ്യൻസ്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള പേഷ്യൻസിന് എന്താ, മരുന്ന് എഴുതിയിട്ടില്ലെങ്കിൽ ആ ഡോക്ടർ കൊള്ളൂല. അത് എനിക്കെന്നെ അനുഭവമുണ്ട്. നമ്മൾ സയൻസ് പഠിച്ചിട്ടാണ്, സയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ പലർക്കും മരുന്നിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ ഒരു മരുന്ന്, എന്നാൽ ഗൾഫ് കാലമായിരുന്നു, ഒരു മരുന്ന് അല്ലെങ്കിൽ 2 മരുന്ന്, പലപ്പോഴും മരുന്ന് ഉണ്ടാവില്ല. അപ്പോൾ ആൾക്കാരെന്ന് വെച്ചാൽ ഞാൻ മരുന്ന് എഴുതാത്ത ഡോക്ടറായി, ആ ഡോക്ടർ പച്ച പിടിക്കില്ല എന്നൊക്കെ ആൾക്കാരൊക്കെ പറയുന്നത്. പക്ഷെ ഇന്നെന്താണെന്ന് വെച്ചാൽ ഇതേ ആൾക്കാർ തന്നെ എൻ്റെ അടുത്ത് ഈ മരുന്ന് കഴിക്കണമെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വരും, വേറെ ആരെങ്കിലും എഴുതിയ മരുന്നുകൾ, പല മരുന്നുകൾ. ഞാനിപ്പോൾ ഒരു മരുന്നിൻ്റെ എണ്ണം കുറച്ച് കൊടുക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മാഹിറ നേരത്തെ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റുവേർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ വേദനാ സംഹാരികൾ, പിന്നെ എന്തൊക്കെയാണ് ഇതുപോലെ കുറേ ഏറെ എന്തൊക്കെ മരുന്നുകൾ ഇതിലുള്ളത് നിങ്ങൾ ചെയ്യുന്നത്? സ്റ്റീറോയിഡിൻ്റെ ഒന്ന് പ്രശ്നങ്ങൾ പറഞ്ഞു. സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ഒരു സ്പെഷ്യലി കെയർഫുൾ, ആന്റിബയോട്ടിക്സ് പോലെ തന്നെ കെയർഫുൾ ആയിട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ്. അത് ഒരുപാട് കാലം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിൽ ഓർഗൻസ് ഡാമേജും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയാണ്. സൈഡ് എഫക്ട്സ് ഒരുപാട് കാര്യം, പ്രമേഹം പോലും ഉണ്ടാവും സ്റ്റീറോയിഡ്. അതെ, ഒരുപാട് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും, തടി കൂടും, ഇമ്മ്യൂണിറ്റി കുറയും, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആവും, അങ്ങനത്തെ ഒക്കെ ഇഷ്യൂ. അപ്പോൾ ഇത് ഭയങ്കര കെയർഫുൾ ആയിട്ട് കൊടുക്കേണ്ട ഒരു ഡ്രഗാണ്. സ്പെസിഫിക് കണ്ടീഷൻസിൽ മാത്രം കൊടുക്കേണ്ട, അതിനൊരു കറക്റ്റ് കൺട്രോൾ വേണം അല്ലേ ഡോക്ടർ? എനിക്കൊന്നും ആരും ശ്രദ്ധിക്കാത്തതാണ്. പല പ്രിസ്ക്രിപ്ഷനിലും ഈ ഡിഫ്ലാസോകോർട്ട് വന്ന മുതലാണ് പല അസുഖങ്ങൾക്ക്, ഇപ്പോൾ ഒരു പനി വന്നാൽ പോലും ഡിഫ്ലാസോകോർട്ട് കാണാം പ്രിസ്ക്രിപ്ഷനിൽ. എനിക്കൊന്നും ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എങ്ങനെ നിർത്താൻ പറയുന്നതാണ് ഞാൻ പല ആൾക്കാരോട്, കാരണം അവർ എത്ര ദിവസം കഴിച്ചത് എനിക്കറിയില്ല. കാരണം സ്റ്റീറോയിഡ് പെട്ടെന്ന് നിർത്തിയാലും പ്രശ്നമില്ലേ. അതിന് നമ്മളൊരു സ്റ്റിവാർഡ്ഷിപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റിറോയിഡിന് മാത്രമായിട്ട്. അതായത് സ്പെസിഫിക് ഗൈഡ് ലൈൻ ആദ്യം ഉണ്ടാക്കി, ഏതൊക്കെ കണ്ടീഷനിൽ സ്റ്റിറോയിഡ് യൂസ് ചെയ്യാം, എത്ര ദിവസം കൊടുക്കണം, എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം, ഏതൊക്കെ കണ്ടീഷനിലാണ് ടേപ്പറിങ് ആവശ്യമുള്ളത്. അതാണ് നമ്മൾ നിർത്തുന്ന രീതി. അത് ഡോസ് കുറച്ച് ലോങ് ടൈം എടുത്ത പേഷ്യൻ്റ് ആണെങ്കിൽ സഡൻ സ്റ്റോപ്പ് ചെയ്യാതെ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന രീതി. അത് നമ്മൾ, എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ ഒരു പ്രശ്നം കൂടിയുണ്ട് നമ്മുടെ വേദന സംഹാരികൾ. കാരണം പലരും ഈ വേദന സംഹാരികൾ നിയന്ത്രണം ഉപയോഗിച്ചിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഇന്ന് ഡയാലിസിസ് പേഷ്യൻ്റ് കൂടാൻ കാരണം ഒന്നതാണെന്നാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ളത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പെയിൻ സ്റ്റിവാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണുള്ളത്. അതായത് നമ്മുടെ WHO തന്നെ ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്, ഇത്ര പെയിൻ സ്കോറിന് നമ്മൾ കൊടുക്കേണ്ട മരുന്നുകൾ. അതുപോലെ പെയിൻ കുറയുമ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഡീഎസ്കലേറ്റ് ചെയ്യണം. അതുപോലെ ഒപ്പിയോയിഡ് യൂസിന് ഒരു കൺട്രോൾ. ഒപ്പിയോയിഡ്സ് ഒക്കെ നമ്മൾ ഏറ്റവും സ്ട്രോങ് പെയിൻ, അതെ, അതെ, അതിനും മറ്റേ നിങ്ങൾ ഇത് നോക്കുന്ന പെയിൻ സ്കോർ നോക്കിയിട്ടാണ്. പെയിൻ സ്കോർ അനുസരിച്ചിട്ട് ഗൈഡ് ലൈൻ ഉണ്ട്, ഇന്ന സ്കോറിന് ഇന്ന മരുന്ന്. അത് നമ്മൾ എസ്കലേഷനും അങ്ങനത്തെ ഡ്രഗ്സ് ഒക്കെ നമ്മൾ ഇതിനെ ഉപയോഗിക്കാറുള്ളത്, ഏത് സ്കോറിനെ ഉപയോഗിക്കാറുള്ളത്? ചെറിയ 1 to 2 അതില് ആദ്യം നമ്മൾ പാരസെറ്റാമോൾ ആണ് ഫസ്റ്റ് ഇത് കാര്യമായിട്ട് സൈഡ് എഫക്റ്റ് വയറിലൊന്നും കേടുവരില്ല. അതെ. ഇതിൽ ഒരു ചോദ്യം ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഇങ്ങനെ ഒരു സാധനത്തിൽ എന്തെങ്കിലും ഇപ്പോൾ പ്രിസ്ക്രിപ്ഷനിൽ ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യാറ് പൊതുവേ?
നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ ഡോക്ടറെ ഡയറക്റ്റ് വിളിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. നമ്മൾ വിളിക്കും, നമ്മളുടെ സജഷൻസ് പറയും. പിന്നെ ഡോക്ടറുടെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസും പേഷ്യൻറ്റിൻ്റെ ഒരു സ്പെസിഫിക് ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ട് ഒരു കറക്റ്റ് റെമഡിയിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഒന്ന് ഇത് ഒരു ഗൈഡ് ലൈൻസ് ആണ്, ഇത്തരം മരുന്നുകളുടെ ദുരുപയോഗം തരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇതല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു അതുപോലെ CME ഡോക്ടേഴ്സിനുള്ള ട്രെയിനിങ്, ഡോക്ടേഴ്സിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നേഴ്സസ് ഡേ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നേഴ്സ് അവർ ഇത് അവതരിപ്പിച്ചു. അപ്പോൾ ഒരു പേഷ്യൻറ്റ് റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻ്റായിരുന്നു. ഡോക്ടർ ഒരു അനാൾജസിക്സ് എഴുതി. അപ്പോൾ ഡോക്ടർ നേഴ്സ് പറഞ്ഞു അത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചൂടായി. അപ്പോൾ ഇതേ അനുഭവം തന്നെ വേറെ നേഴ്സ് പറഞ്ഞു. അത് UK വർക്ക് ചെയ്യുന്നൊരു നേഴ്സായിരുന്നു. അപ്പോൾ അവർ ഇത് പറഞ്ഞപ്പോൾ ഡോക്ടർ വളരെ ഹാപ്പി ആയിട്ട് സ്വീകരിച്ചു. നമ്മുടെ നാട്ടിലെ ഡോക്ടറുടെ അനുഭവം നേഴ്സൊന്നും പറയാൻ പാടില്ല എന്നാണ്. അവരിപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഡ്യൂറേഷൻ ഇപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നേഴ്സുമാർ പറയണം എന്നാണ്. നേഴ്സ് അതായത് 5 ദിവസമായി സാർ ഇത് നിർത്തണ്ടേന്ന് ചോദിക്കണം, ഡോക്ടർ നിർത്തണ്ടേ എന്നുള്ളത് ചോദിക്കണം. അപ്പം അത് ചോദിച്ചാൽ പോലും ചിലർ അത് ഞാനല്ലേ തീരുമാനിക്കട്ടെ എന്ന് പറയുന്ന പ്രശ്നമാണ്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡോക്ടർമാർക്ക് മാത്രമല്ലല്ലോ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സർജിക്കൽ ഫീൽഡിലൊക്കെ നഴ്സുമാർ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എന്തെങ്കിലുമൊക്കെ മറന്നു പോയാലും പെട്ടെന്ന് നഴ്സുമാർ ഓർക്കും. നമ്മുടെ കൂടെ വർഷങ്ങളായിട്ടുള്ള ആൾക്കാരുള്ള നേഴ്സുമാർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ല അവരുടെ ഇപ്പം മരുന്നിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അവർക്കും നമ്മളൊരു ഇത് കൊടുക്കണം. ഇപ്പോൾ മാഹിറപ്പ് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ അതും കൂടി വേണം, നഴ്സുമാരും കൂടി അതിൽ ബോധവൽക്കരണം നടത്തണം. ഇപ്പോൾ ശരിക്കും നമ്മൾ പോകുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി കെയർ പോലെയാണ്. അപ്പോൾ ഡോക്ടർ, നഴ്സ്, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, ഫിസിയോതെറാപ്പി എല്ലാവർക്കും റോൾ. അപ്പോൾ അവർക്ക് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ചലഞ്ച് ചെയ്യാനുള്ള ഒരു അധികാരം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് ജനറിക് ഡ്രഗ്സ് ഉണ്ടല്ലോ. മാഹിറ അഭിപ്രായം എന്താ ജനറിക് ഡ്രഗ്സിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച്? പലരും പറയാം ക്വാളിറ്റി മോശമാണ് എന്നൊക്കെ പറയാറുള്ളത്. പ്രോപ്പറായിട്ട് നമുക്ക് GMP സർട്ടിഫിക്കറ്റ്, ക്വാളിഫൈഡ് ലാബിൽ ഒരു അനലറ്റിക്കൽ റിപ്പോർട്ടുണ്ട്. അത് ഓക്കെ ആണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ അങ്ങനെയാണ് എടുക്കുന്നത് അല്ലേ. നേരത്തെ കുറേ നമുക്ക് ജനറിക് ഡ്രഗ്സ് കിട്ടിയിരുന്നു, ചില ഒറ്റപ്പെട്ട കമ്പനികൾ ഇറക്കിയിരുന്നു ഗുജറാത്തിലൊക്കെ ഉള്ള. അതിൻ്റെ ക്വാളിറ്റി നമുക്ക് അത്ര പറയാൻ പറ്റില്ല, എന്നാലും വളരെ വിലക്കുറവായിരുന്നു. ലാഭം വിൽക്കുന്ന ആൾക്കാർക്കാണ് അതിൽ. പക്ഷെ ഇപ്പോൾ ബ്രാൻഡുകളാണ് ജനറിക് ഡ്രഗ് ഇറക്കുന്നത്. എല്ലാ കമ്പനികളും ഇറക്കുന്നുണ്ട് ജനറിക് ഡ്രഗ്, പക്ഷെ അത് അത്ര വിലക്കുറവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട് ചിലതൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡ്രഗ്സ് കുറച്ച് വില കുറവുള്ള സാധനങ്ങളില്ല. ജനറിക് ഡ്രഗ്സ് പൊതുവേ സേഫാണ്, നമ്മൾ അല്ല എന്ന് പറയുന്ന സ്ഥാപിക്കാൻ പറ്റില്ല. കാരണം ഒരു കാരണം പറയാം, ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരുപാട് ഏറ്റവും ഡ്രഗ് മാനുഫാക്ചറിങ്ങിൽ ഇപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിലോട്ട് കയറ്റി അയക്കുന്നുണ്ട്. ഇപ്പോൾ ബയോകോൺ എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ട്. എനിക്കൊന്ന് 27 രാജ്യങ്ങൾക്കാണ് അവർ മാനുഫാക്ചർ ചെയ്ത് അയക്കുന്നത്. ഇവിടെ അവർ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചിരുന്നു, കിരൺ മഞ്ജുദാറാണ് ഇതിൻ്റെ ആള്, എൻ്റെ ഒരു ബന്ധു ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇവിടുത്തെ ഡോക്ടേഴ്സിനെ എനിക്ക് കാണണ്ടെന്നാണ് പറഞ്ഞത്. അല്ല അതിന് വേറെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ബയോകോണൊക്കെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ US ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ US ഗൈഡ് ലൈൻസ് ചെയ്ത് അതിൻ്റെ രീതിയിലാണ് ഡ്രഗ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കാനും, പക്ഷേ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് അതിനല്ല, അത് വേറെ രീതിയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് നല്ല രീതിയിൽ ഓഡിറ്റ് ചെയ്ത് നല്ല സ്ഥലത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ ജനറിക് ഡ്രഗ്സിന് പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല. പേഷ്യന്റിന് എത്രയോ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ജനറിക് ഡ്രഗ്സ് എടുക്കുന്നുണ്ട്, മാഹിറ എടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിന് എന്തൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടുള്ളത്? നമ്മൾ GMP സർട്ടിഫിക്കറ്റ് വേണം, ഓതറൈസ്ഡ് മാനുഫാക്ചറർ ആയിരിക്കണം. അതുപോലെ ക്വാളിറ്റി നമുക്ക് റിപ്പോർട്ട് വേണം, അനാലിസിസ് ചെയ്തതിൻ്റെ റിപ്പോർട്ട്, അക്രഡിറ്റഡ് ലാബിൻ്റെ റിപ്പോർട്ട് വേണം. പിന്നെ പേഷ്യൻറ്റിന് കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നുള്ളത്. പിന്നെ ഇതൊക്കെ സ്റ്റീവാർഡ്ഷിപ്പിൽ ഇപ്പോൾ പെയിൻ പറഞ്ഞു, ആൻറ്റിബയോട്ടിക്സ് പറഞ്ഞു, സ്റ്റീറോയിഡ് പറഞ്ഞു, വേറെ എന്തൊക്കെ ഉള്ളത്? ഇത്രയാണ് ഇപ്പം മെയിനായിട്ട്. ഇനി എന്തൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ഇനി ഈ പറഞ്ഞ പോലെ PPI നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. PPI ചെയ്യണം. സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അൾസർ പ്രൊഫൈലാക്സിസ്, അതുപോലെ ICU പേഷ്യൻസിന് അതിനൊക്കെ ശരിക്കും ഗൈഡ് ലൈൻസ് ഉണ്ട്, നമുക്കത് പ്ലാനിലുള്ളതാണ്. സാറിപ്പോൾ എൻ്റെ ഇടയിൽ ഒരു വാചകം പറഞ്ഞിരുന്നു, നമ്മുടെ ഈ പ്രൈസ് കൺട്രോളിൻ്റെ കാര്യം, ഈ കോമ്പിനേഷൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം. അതെനിക്ക് തോന്നുന്നത് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, കാരണം ജനങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അതായത് ഏകദേശം 400-ലധികം ഡ്രഗ്സിന് പ്രൈസ് കൺട്രോൾ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കോമ്പിനേഷൻ ഡ്രഗ്സിൻ്റെ സിംഗിൾ ഡ്രഗിനാണ്. അപ്പോൾ പലർക്ക് ഇതിപ്പോൾ ഈ വില ഇപ്പോൾ കൺട്രോൾഡ് പ്രൈസ് അത്ര മോശമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചില ബ്രാൻഡുകളുടെ നോക്കുമ്പോൾ അത് അവരുടെ വിൽപ്പന വിലയേക്കാളും അവരന്ന് കൊടുക്കുന്ന വിലയേക്കാളും കുറവാണ്. അവർക്ക് ലാഭം കുറയുന്നുള്ള നഷ്ടം ഒരിക്കലും വരില്ല. കാരണം ഈ പ്രൈസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. പലതിനും നമുക്ക് കിട്ടുന്ന വിലയേക്കാളും കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ ചില കമ്പനികൾ ചെയ്യാറുള്ളത്, ഇപ്പോൾ ഇതിൻ്റെ കൂടെ, അതായത് ഇപ്പോൾ ഒരു മെയിൻ ഡ്രഗിൻ്റെ കൂടെ വേറെ കോമ്പിനേഷൻ ചേർക്കുക. കോമ്പിനേഷൻ ഡ്രഗ്സിന് പ്രൈസ് കൺട്രോൾ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ ഡോക്സിസൈക്ലിൻ പ്ലെയിനായിട്ട് പ്രൈസ് കൺട്രോൾ ചിലപ്പോൾ 2 രൂപക്കൊക്കെ വിൽക്കേണ്ടി വരും. നേരെ മറിച്ച് അതിൽ ലാക്ടോബാസിലസ് ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അത് ഒരു റാഷണൽ കോമ്പിനേഷനാണ്, പക്ഷെ അതാരും നമ്മളത് ഡോക്ടർമാരൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ അപ്പോൾ ഒരു 6 രൂപക്ക് 7 രൂപക്ക് വിൽക്കാൻ പറ്റും. ഇതുപോലെ കുറേ ഡ്രഗ്സ് അതുപോലെ വിൽക്കുന്നുണ്ട് ഈ കോമ്പിനേഷൻ ഡയറ്റ്. ഇപ്പോൾ ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് ഉണ്ട്, പിന്നെ ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസിലുള്ള കുറേ ഡ്രഗ്സ് ഇതുപോലെ വിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ കോമ്പിനേഷൻ ആയ ആ പ്രൈസ് കൺട്രോൾ വരുന്നില്ല, ഇഷ്ടമുള്ള വിലക്ക് വിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിതിനെക്കുറിച്ച് ഒരു വളരെ ദീർഘമായൊരു ഡിസ്കഷൻ തന്നെ ആയിരുന്നു, മരുന്നുകൾ അനാവശ്യമായിട്ടുള്ളത്. എന്തായാലും നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒരുപാട് മരുന്നുകൾ, പകുതിയിലധികം മരുന്നുകൾ അനാവശ്യമായിട്ടുള്ളതാണെന്ന്. ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതും പറഞ്ഞു. കാരണം ഇതിനെ ഡോക്ടർമാരും നഴ്സുമാരും ബോധവൽക്കരിക്കണം, അതുപോലെ തന്നെ രോഗിയും ബോധവൽക്കരിക്കണം എന്നുള്ളതാണ്. കാരണം ഇത് ആൾക്കാരിൽ നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടായാലേ പറ്റുള്ളൂ. നമുക്കിതിൽ പ്രിസ്ക്രിപ്ഷൻ ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം, കുറച്ച് പ്രിസ്ക്രിപ്ഷൻസ് ഞങ്ങൾക്കിതിൽ കാണിക്കാനുണ്ട്, അത് ഞങ്ങൾ കാണിച്ചു തരാം. കാരണം ഒരു 60-70% ഡ്രഗ്സാണ് പല പ്രിസ്ക്രിപ്ഷനിലും അനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെപ്പോഴും പഠിക്കേണ്ട ഒരു കാര്യം, ഒരു രോഗി സ്വയം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രോഗി സ്വയം പണം ചിലവഴിക്കല്ലേ ഇത്. ഇപ്പോൾ അവന് ആഡംബരം കാണിക്കാം, അവന് അല്ലെങ്കിൽ നല്ല ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ എന്ത് ആഡംബര സാധനങ്ങളും വാങ്ങാം. പക്ഷെ ഇവിടെ അതല്ല, ഒരു ഡോക്ടറാണ് അവരെ പ്രോംപ്റ്റ് ചെയ്യുന്നത് വാങ്ങാൻ. അപ്പോൾ ഡോക്ടർ ഉത്തരവാദിത്തമാണ് അവൻ്റെ പണം നഷ്ടപ്പെടരുത് എന്നുള്ളത്. അല്ലെങ്കിൽ അവന് ആ മരുന്നുകൾ ആവശ്യമില്ലാത്തത് വാങ്ങിയിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഡോക്ടർമാരെ ശരിക്കും ബോധവൽക്കരിക്കണം. അത് സമൂഹത്തിൽ നിന്നുള്ള ഒരു റെസിസ്റ്റൻസും കൂടി ഉണ്ടായാൽ മാത്രമേ അത് പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കേരളീയം പോലുള്ള പ്രസ്ഥാനങ്ങൾക്കാണ് അത് ചെയ്യാൻ പറ്റുക എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർ അതിൽ ഇൻവോൾവ് ചെയ്യണം, അതിന് ഡോക്ടർമാരുടെ സഹായം തേടുക. അതൊരു ക്യാമ്പയിനായിട്ട് തന്നെ ഇത് നടക്കണം, എന്നാലേ നമുക്ക് ഇതിൽ നിന്ന് പറ്റുള്ളൂ. കാരണം കേരളത്തിൽ 15,000 കോടി എന്നുള്ളത് നമുക്ക് 6,000 കോടി ആക്കാൻ പറ്റും നമ്മളുടെ മരുന്നിൻ്റെ ചിലവ് ഇതുമൂലം. ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാനൊരു പ്രിസ്ക്രിപ്ഷൻ നിങ്ങളെ കാണിക്കാം, കുറച്ച് പ്രിസ്ക്രിപ്ഷൻസ് കാണിക്കാം. ഇത് മേലുവേദനയ്ക്ക് പോയ ഒരു രോഗിക്ക് ഒരു ഡോക്ടർ കൊടുത്ത മരുന്നുകളാണ്. ഇതിൽ 6 മരുന്നുകളാണുള്ളത്. ഞാൻ ഓരോന്നും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ മരുന്ന് റാബിപ്രസോൾ പ്ലസ് അസിക്ലോഫെനാക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു PPI എങ്ങനെ ദുരുപയോഗപ്പെടുത്തുന്നുള്ളത് പറഞ്ഞു. അസിക്ലോഫെനാക്കിൻ്റെ കൂടെ നേരത്തെ അൾസറൊന്നും ഇല്ലാത്ത ഒരു രോഗിക്കും റാബിപ്രസോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് അത്രയും ഭാഗ്യം. പിന്നെ വരുന്നത് ഇപ്പോൾ ഒരു അലോപ്പതി ഡോക്ടർ എഴുതിയതാണ്. ഒന്ന് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ്, നിങ്ങൾക്കറിയാലോ എന്താണെന്ന്. മൾട്ടി വൈറ്റമിൻസ്, മൾട്ടി മിനറൽസ്, പ്രോട്ടീൻ ഹൈഡ്രോളസൈറ്റ്, ഇതെല്ലാം കംപ്ലീറ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽസാണ്, പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഇല്ലാത്തതാണ്. അത് രാവിലെയും വൈകുന്നേരം ഓരോന്ന് കഴിക്കാനാണ് പറഞ്ഞത്. നെക്സ്റ്റ് വരുന്നത് കാൽസിട്രയോള്, സിങ്ക് സൾഫേറ്റ്, കാൽഷ്യം, ഇങ്ങനെ 3 മരുന്നാണ്. അതായത് ഒന്ന് വൈറ്റമിൻ ഡി ഡെറിവേറ്റീവാണ്, പിന്നെ കാൽഷ്യമാണ് ഉള്ളത്. അപ്പോൾ ഈ മേലുവേദനയ്ക്ക് എന്താണെന്നുള്ള ഡോക്ടർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഇപ്പോൾ വൈറൽ ഫീവർ കൊണ്ട് മേലുവേദന വരാം, ബോൺ പ്രോബ്ലം കൊണ്ട് വരാം, അതൊന്നും ചിന്തിച്ചിട്ടില്ല. ഒരു ഷോർട്ട് ഗൺ തെറാപ്പിയാണ് ഇത്. 3ഉം വൈറ്റമിൻ ഡിയും കാൽഷ്യമാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത മരുന്ന് അതിനും രസമാണ്. omega-3 ഫാറ്റി ആസിഡ്, നാച്ചുറൽ എക്സ്ട്രാക്റ്റ്, സിട്രസ്, ബയോഫ്ലാവനോയിഡ്സ്, മിക്സഡ് കരോറ്റിനോയിഡ്സ്, വീറ്റ് ജേം, ഓയിൽ, ലൂട്ടീൻ, മൾട്ടി വൈറ്റമിൻ. ഇതൊന്നും മരുന്നുകളെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ വില നോക്കണം. 56 മുതൽ 80 രൂപ വരെ ഒരു ഗുളികക്ക് വരും. ഇത് ഒരു ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു എഫക്റ്റും ഇല്ലാത്ത മരുന്നാണ്. വീണ്ടും ഒരു മരുന്ന് എഴുതിയിട്ടുള്ള കോളി കാൽസിഫറോളാണ്. നേരത്തെ കാൽസിട്രോൾ ആക്റ്റീവ് വൈറ്റമിൻ ഡി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു വൈറ്റമിൻ ഡി കൂടി കിടക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇവർക്ക് പിന്നെ അവസാനമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗാബാപെൻറ്റിൻ. അത് ഒരു പെയിൻ മോഡിഫൈ ചെയ്യുന്നൊരു സാധനമാണ്. ഒരു അസിക്ലോഫെനാക്ക് കൊടുക്കുന്ന ഒരു രോഗിക്ക് പെയിൻ മോഡിഫൈ ഉള്ള ഗാബാപെൻറ്റിൻ കൊടുക്കണം. പക്ഷേ അതിലൊരു കോമ്പിനേഷൻ കൂടി മെക്കോബലമീൻ, അതായത് വൈറ്റമിൻ B12. അപ്പോൾ ഈ ഡ്രഗ്സ് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ, ഒരു വിവരമുള്ള ഒരാൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് ഒരു വളരെ മോശമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷനാണ്. ഒരു വേദന വന്ന ഒരാൾക്ക്, ശരീരവേദന വന്ന ഒരാൾക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാതെ ഏകദേശം 3000 രൂപയുടെ മരുന്നുകൾ ഇത് വരും, ഇതിൻ്റെ റേറ്റ്. കാരണം 90 ഗുളിക, ഇത് എഴുതിയിരിക്കുന്നതൊക്കെ 90 ഗുളികകളും ആയിട്ട് 3000 അല്ല വരിക, എനിക്കൊന്നൊരു 6000-7000 രൂപ വരും അല്ലേ ഈ ഡ്രഗ്സിന്. അപ്പോൾ 5876 രൂപയാണ് ഈ ഗുളികക്ക് വന്നിട്ടുള്ളത്. ഇതിൽ 90% മരുന്നുകളും അനാവശ്യമായിട്ടുള്ളതാണ്. അതായത് ഞങ്ങൾ കണക്കെടുത്തു 5342 രൂപയുടെ, നിങ്ങൾക്കതിൽ കാണാം 5342
42 രൂപ ആവശ്യമില്ലാത്ത മരുന്നുകൾക്കാണ് ചിലവഴിച്ചത്. ഇതാണ് നമ്മളുടെ ഡോക്ടർമാർ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് അവരെ നമ്മൾ കമ്മിറ്റഡ് ആക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതുന്ന ആൾക്കാരെ നമ്മൾ ബഹിഷ്കരിക്കും വേണം.